മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമെന്ന ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ട്. നിലവിൽ ശബരിമല സന്നിധാനത്തുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഇന്ന് രാവിലെ 9 മണിയോടെ പമ്പയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. MG പ്രതീഷ് ശബരിമല സന്നിധാനത്ത് നിന്ന് ചേരുന്നു. പ്രത്യേകിച്ചും ഈ തിരക്ക് നമ്മളെ ആശങ്കപ്പെടുത്തിയ ഒരു സാഹചര്യം അത് ഒഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കുന്നു. പമ്പയിൽ AV ജയശങ്കറുണ്ട്. മന്ത്രി വിളിക്കുന്ന യോഗത്തെക്കുറിച്ച് ജയശങ്കർ പറയും. ആദ്യം പ്രതീഷിലേക്ക്. ഗുഡ് മോർണിംഗ് പ്രതീഷ് ആൻഡ് ജയശങ്കർ. പ്രതീഷ്, എന്തായാലും ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കുറച്ചതോടെ തിരക്ക് നിയന്ത്രണ വിധേയമായി. മാത്രമല്ല പോലീസും അവിടെ നല്ല കൃത്യനിർവഹണമാണ് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് ഈ ശബരിമല സന്നിധാനത്തുൾപ്പെടെ നിയന്ത്രണം വന്നത്. 5000-ആയി സ്പോട്ട് ബുക്കിംഗ് കുറച്ചതോടുകൂടി വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ ശബരിമലയിൽ കഴിയുന്നുണ്ട്. 75,000 അല്ലെങ്കിൽ പരമാവധി 80,000 തീർത്ഥാടകരാണ് പ്രതിദിനം ഇപ്പോൾ ദർശനം നടത്തി മടങ്ങുന്നത്. കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തീർത്ഥാടകർക്ക് ഉണ്ടാകുന്നില്ല. ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിലും നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ള പ്രതികരണമാണ് ഇന്നലെയും തീർത്ഥാടകർ നടത്തിയിട്ടുള്ളത്. 80,000-ന് മുകളിൽ തീർത്ഥാടകർ ഇന്നലെ ദർശനം നടത്തിയിരുന്നു. നടപ്പന്തലിൽ മാത്രമാണ് പരമാവധി 1 മണിക്കൂറിൽ താഴെ തീർത്ഥാടകർക്ക് വരി നിൽക്കേണ്ടി വന്നത്. പിന്നീട് 18-ാം പടി കയറി ഫ്ലൈ ഓവർ വഴി ദർശനം നടത്തി മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ സേവനം നിർണായക ഘടകമാണ്. 18-ാം പടി വഴി ഓരോ മിനിറ്റിലും എത്ര തീർത്ഥാടകർ കയറുന്നു എന്നതിനനുസരിച്ചാണ് ഈ തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50-60-ന് മുകളിൽ തീർത്ഥാടകർ 1 മിനിറ്റിൽ 18-ാം പടി കയറുന്നു എന്നതാണ് പോലീസിന്റെ കണക്ക് അറിയിക്കുന്ന കാര്യം. മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല. കാനനപാത വഴി കൂടുതൽ തീർത്ഥാടകർ ഓരോ ദിവസവും എത്തുന്നുണ്ട്. അവിടെയും ഭക്തർക്ക് ആവശ്യമായ സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കാനനപാത വഴി എത്തിയ ചില തീർത്ഥാടകർ ഈ കാട്ടിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 14-അംഗ സംഘം, ബംഗളൂരുവിൽ നിന്നെത്തിയ 14-അംഗ സംഘമാണ് ഇന്നലെ വനത്തിൽ കുടുങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ പാത വഴി വരുന്ന തീർത്ഥാടകർ കൃത്യമായി സമയക്രമം പാലിക്കണമെന്നും വനംവകുപ്പ് അറിയിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് വനംവകുപ്പും അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ ദേവസ്വം മന്ത്രി ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് സന്നിധാനത്ത് എത്തിയത്. ഇന്നലെ മേൽശാന്തിയെയും തന്ത്രിയെയും കണ്ടിരുന്നു. അവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് 9:30 സന്നിധാനത്ത് നിന്ന് മന്ത്രി പമ്പയിലേക്ക് പോകും. 10:30-നാണ് അവിടെ അവലോകന യോഗം ചേരുന്നത്. സന്നിധാനത്തെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മന്ത്രി ഇന്ന് രാവിലെ ചർച്ച ചെയ്യും. ശബരിമലയുടെ ചുമതലയുള്ള ADM ഉൾപ്പെടെ ഈ സന്നിധാനത്തുണ്ട്. അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന വഴി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം തീർത്ഥാടകരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. അക്കാര്യങ്ങളിലടക്കം വിശദമായ ചർച്ച ഇന്നത്തെ അവലോകന യോഗത്തിൽ നടക്കും. സന്നിധാനം ഇന്ന് വളരെ ശാന്തമാണ്. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുന്നോട്ട് പോവുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. ഇനി AV ജയശങ്കർ കൂടി ചേരുന്നു. പമ്പയിലാണ് ജയശങ്കർ ഉള്ളത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഈ പമ്പയിൽ എന്തായാലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആണ് ദേവസ്വം മന്ത്രി കുറച്ച് സജീവമായിരിക്കുന്നു. അദ്ദേഹം യോഗം വിളിക്കുന്നു, തിരക്ക് നിയന്ത്രിക്കാനുള്ള ഉപാധികൾ തേടുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ദേവസ്വം മന്ത്രി VN വാസവൻ വിളിച്ച അടിയന്തര യോഗം പമ്പയിൽ 11 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ശ്രീരാമ സാകേതത്തിലായിരിക്കും യോഗം ചേരുക. ഈ പോലീസ് ചീഫ് കോർഡിനേറ്റർ ശ്രീജിത്ത് IPS, ഒപ്പം തന്നെ ശബരിമല ADM അരുൺ, ഒപ്പം തന്നെ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ശബരിമലയുടെ ഇതുവരെയുള്ള ഒരുക്കങ്ങളുടെ വിലയിരുത്തലായിരിക്കും ഈ യോഗത്തിൽ നടക്കുക. ഒപ്പം തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള നിർദ്ദേശവും മന്ത്രി ഈ യോഗത്തിൽ നൽകും. SKN, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് സന്നിധാനത്തും പമ്പയിലും ഉൾപ്പെടെ വലിയ തിരക്ക്. ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ സ്ഥിരമായ ഒരു സംവിധാനത്തെക്കുറിച്ച് ഈ യോഗം വിശദമായ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ആളുകൾക്ക്, ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു. ആവശ്യത്തിന് ശൗചാലയങ്ങളില്ല. ഈ പമ്പയിലെയും സന്നിധാനത്തെയും വൃത്തിക്കുറവ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഈ യോഗത്തിന്റെ പരിഗണനയിൽ വരും. വിവിധ വകുപ്പ് മേധാവികളോട് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. SKN, ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പമ്പയിൽ ഒരു തരത്തിലുള്ള യോഗങ്ങളും ചേർന്നിട്ടില്ല എന്ന വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. പൊതുവിൽ മണ്ഡലകാലത്തിന് മുന്നേ 7-8 തവണ ഓരോ മന്ത്രിമാരും വകുപ്പുതല അവലോകന യോഗങ്ങൾ പമ്പയിൽ നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ സ്വർണ്ണക്കൊളയും ഒപ്പം തന്നെ ഈ
തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കടന്നതോടുകൂടി ഒരു മുന്നൊരുക്കങ്ങളിലേതാണ് മണ്ഡലകാലം ആരംഭിച്ചത്. പിന്നീട് മന്ത്രി യോഗം വിളിക്കാൻ ഉദ്ദേശിച്ച ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് യോഗത്തിന് അനുമതിയും നൽകിയില്ല. എന്തായാലും ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഇടപെടലോടുകൂടിയാണ് പമ്പയിൽ ശബരിമല ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു യോഗം ചേരുന്നത്. ഇന്ന് ശബരിമലയെ സംബന്ധിച്ച് യോഗം നിർണായകമാണ്. ഈ യോഗ തീരുമാനങ്ങൾ യോഗത്തിലൂടെ ഭക്തർക്ക് കൂടുതൽ സുഗമമായ ദർശനം ഒരുക്കുക എന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഈ യോഗം പൂർത്തിയായതിനു ശേഷം ഭക്തർക്ക് ആശ്വാസം നൽകുന്ന, ഭക്തർക്ക് മെച്ചപ്പെട്ട സൗകര്യം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 11 മണിയോടുകൂടി ഈ യോഗം ആരംഭിക്കുമെന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. 9:30 മന്ത്രി സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് എത്തും. അതിനുശേഷം ഉദ്യോഗസ്ഥരെത്തിയതിനു ശേഷം ഈ യോഗം ആരംഭിക്കും. എന്തായാലും SKN പമ്പയിൽ നിൽക്കുമ്പോൾ ഇന്ന് വലിയ ആശ്വാസമാണ്. കാരണം തിരക്കുൾപ്പെടെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഭക്തർക്ക് സുഗമമായി സന്നിധാനത്തേക്ക് പോകാൻ, നീലിമല ചവിട്ടാനുള്ള സൗകര്യമുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.